ദുഃഖകരമായ ഒരു വാർത്ത കൂടി വരികയാണ്. പ്രശസ്ത സംവിധായകൻ ഷാജി എൻ കരുൺ അന്തരിച്ചു എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ വസതിയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. നമുക്കറിയാം, പിറവി കാൻ ഫിലിം ഉത്സവത്തിൽ ഗോൾഡൻ ക്യാമറ എന്ന തരത്തിൽ പ്രശസ്തമായ സിനിമയാണ് സ്വം. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ സ്വം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാള സിനിമയാണ്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അധ്യക്ഷനായിരുന്നു. പത്മശ്രീ അവാർഡ് ജേതാവാണ് അദ്ദേഹം. നിരവധി സിനിമകൾ, അതായത് നിരൂപക ശ്രദ്ധ ആകർഷിച്ച നിരവധി സിനിമകളുടെ സംവിധായകൻ കൂടിയാണ് ഷാജി എൻ കരുൺ എന്നുള്ളതാണ്. നമുക്ക് ഏറെ മലയാളിയുടെ പ്രശസ്തി, മലയാള സിനിമയുടെ പ്രശസ്തി ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഏറെ ഉയർത്തിയ ഒരു വലിയ മനുഷ്യനാണിപ്പോൾ നമ്മളെ വിട പറഞ്ഞു പോയിരിക്കുന്നത്. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, ഷാജി എൻ കരുൺ എന്ന് ഓർക്കുമ്പോൾ ഫെസ്റ്റിവൽ സിനിമകളുടെ മലയാളിയെ സ്വം പോലെയുള്ള പല നടന്മാർക്കും ദേശീയ അവാർഡുകൾ വാങ്ങിക്കൊടുത്ത ഒരു സംവിധായകൻ. അവസാന കാലത്തും അദ്ദേഹം വലിയ സജീവമായിരുന്നു ഈ മേഖലയിൽ അടക്കം. എങ്ങനെയാണ് അന്ത്യം സംഭവിച്ചത്? അദ്ദേഹം അസുഖബാധിതനായിരുന്നോ? രഞ്ജിത്തെ, അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലമായി അസുഖബാധിതനായിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടക്കി അയച്ചിരുന്നു. അദ്ദേഹത്തിന്റെ രോഗം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിച്ചേരുകയും പിന്നീട് അങ്ങോട്ട് ചികിത്സയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ എത്തിയപ്പോഴാണ് അദ്ദേഹത്തെ വീട്ടിലേക്ക് മടക്കി അയച്ചത്. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഉണ്ടായത്. മലയാള സിനിമയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച പ്രധാനപ്പെട്ട, മലയാളത്തിന് എല്ലാ കാലവും അഭിമാനിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു സംവിധായകനാണ് ഷാജി എൻ കരുൺ. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ പിറവി തന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഗോൾഡൻ ക്യാമറ സ്പെഷ്യൽ മെൻഷനിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രം സ്വം കാൻ ഫിലിം ഫെസ്റ്റിവലിലെ മത്സര വിഭാഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ഏക മലയാള ചിത്രം കൂടിയാണ്. സിനിമാ സംവിധാന മേഖലയിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഫിലിം ഫെസ്റ്റിവലിനുമെല്ലാം, തിരുവനന്തപുരം അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിനെയൊക്കെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നതിൽ, വലിയ അന്താരാഷ്ട്ര തലത്തിലെ പ്രധാനപ്പെട്ട സിനിമകൾ എത്തിക്കുന്നതിലും, ലോകത്തെ പ്രധാനപ്പെട്ട സിനിമ ഫെസ്റ്റിവലിലൊന്നാക്കി മാറ്റുന്നതിലുമൊക്കെ നിർണായകമായ പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ഷാജി എൻ കരുൺ. ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട ചലച്ചിത്ര സംവിധായകരിൽ പ്രധാനിയായിരുന്നു ഷാജി എൻ കരുൺ. അദ്ദേഹം കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിന്റെ എല്ലാ കാലവും, ഈ കാലത്തല്ല ഇനി അദ്ദേഹത്തിന്റെ മരണശേഷമെല്ലാം മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നായി തന്നെ വരേണ്ട പേരാണ് അദ്ദേഹം. സാധാരണഗതിയിൽ 73 വയസ്സായിരുന്നു ഒരാൾ ജീവനത്തിൽ. വളരെ നേരത്തെ അദ്ദേഹം ജീവിതത്തോട് വിട പറഞ്ഞു എന്ന് വേണം കരുതാൻ. ഈ അവസാന കാലത്ത് രോഗബാധിതനാവുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം സിനിമാ മേഖലയിലും എല്ലാ മേഖലയിലും വളരെ സജീവമായി നിന്ന, അഭിപ്രായങ്ങൾ പറയുകയും സിനിമാ മേഖലയിൽ സജീവമായി നിൽക്കുകയും എല്ലാം ചെയ്ത ഒരു പ്രധാനപ്പെട്ട സംവിധായകനായിരുന്നു. അവസാനമാണ് അദ്ദേഹത്തിന്റെ രോഗം വളരെ മൂർച്ഛിച്ചത്. രോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലമായി ആശുപത്രിയിലായിരുന്നു. അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് ചികിത്സയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയാത്ത, ചികിത്സയോട് അദ്ദേഹത്തിന്റെ ശരീരത്തിന് പ്രതികരിക്കാൻ കഴിയാത്ത ഒരു ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹത്തെ വീട്ടിലേക്ക് മാറ്റിയത്. അതിപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. മലയാളത്തെ സംബന്ധിച്ചും മലയാള സിനിമയെ സംബന്ധിച്ചും ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചും ഒരു വലിയ നഷ്ടമാണ്. ഷാജി എൻ കരുണിനെ പോലെ 23 വയസ്സ് മാത്രമുള്ള ഒരു സംവിധായകൻ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ എല്ലാ കാലവും അഭിമാനമായി ഉയർത്തിച്ച മലയാള സിനിമയെ ലോകത്തിന്റെ നെറുകയിലേക്കൊക്കെ ഉയർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹം. കൊല്ലം ജില്ലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ശ്രീ കരുണാകരന്റെയും ശ്രീ ചന്ദ്രമണിയുടെയും മൂത്ത മകനായിരുന്നു ശ്രീ ഷാജി എൻ കരുൺ. 1963 അദ്ദേഹം കുടുംബസമേതം തലസ്ഥാനത്തേക്ക്, തിരുവനന്തപുരത്തേക്ക് താമസം മാറിയത്. പാൽക്കുളങ്ങര ഹൈസ്കൂളിലായിരുന്നു അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയത്. 1971 അദ്ദേഹം ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ചേർന്ന് ആധികാരികമായി സിനിമ പഠിക്കാൻ തുടങ്ങിയത്. അവിടെ അദ്ദേഹം ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ നേടി. രാഹുൽ ദാസ് ഗുപ്ത സംവിധാനം ചെയ്ത ജനസിസ് എന്ന ചിത്രമാണ് അദ്ദേഹത്തിന് ഡിപ്ലോമ ചിത്രത്തിന് 1974 നിരവധി അവാർഡുകൾ ലഭിക്കുകയും അദ്ദേഹം ഒരു സിനിമ ഛായാഗ്രാഹകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഇന്ത്യയിലെ സമാന്തര സിനിമാ മേഖലയിൽ ഒരു വലിയ അംഗീകാരം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു. 1974 ബിരുദാനന്തര ശേഷം അദ്ദേഹം ഗോൾഡ് മെഡൽ നേടിയാണ് പൂർത്തിയാക്കിയത്. ബിരുദാനന്തര ബിരുദം 1970 ശേഷമാണ് 1975 കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ യാഥാർത്ഥ്യമാകുന്നതുവരെ
ISRO അഹമ്മദാബാദ്, മുംബൈ TV, മദ്രാസ് ഫിലിം ഇൻഡസ്ട്രി എന്നിവയിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്നു. മദ്രാസിൽ നിന്ന് ചലച്ചിത്ര വ്യവസായത്തെ തിരികെ കൊണ്ടുവരാനായി KSFDCയുടെ ഭാവി അങ്ങനെ ചെന്നൈയിലായിരുന്ന സിനിമയെ കേരളത്തിലേക്ക് മടക്കി കൊണ്ടുവന്നതിൽ രൂപപ്പെടുന്നതിലൊക്കെ രൂപകൽപ്പന ചെയ്യുന്നതിലും അതിന്റെ ഭാവി ആസൂത്രണം ചെയ്യുന്നതിലും സ്ഥാപക ചെയർമാൻ PRS പിള്ളയുമായി ചേർന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീ ഷാജി എൻ കരുൺ. സിനിമയിൽ അത്ര